നമസ്കാരം, മാനിഫെസ്റ്റിംഗ് നോളജിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നും നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് LGSൻ്റെ മുൻകാല ഗണിത ചോദ്യങ്ങളുടെ ഒരു വർക്കൗട്ട് സെക്ഷനാണേ. അപ്പോൾ ഇത് പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം 2ഉം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. നമ്മൾ തൊഴിൽ വീതിയിൽ വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓവർ ലാഗാക്കാണ്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഒരു പ്രത്യേക കോഡിൽ ലൈൻ എന്നത് MNHK എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് കരുതുക. കൗ എന്നത് അതേ കോഡിൽ എങ്ങനെ എഴുതും എന്നാണ് ചോദ്യം വന്നേക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനത്തെ കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് മുൻകൂട്ടി ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല. പകരം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ലൈൻ എന്ന് ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ MNHK എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ കോഡ്. ഇനി കൗ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം ഞാൻ അവിടെ സൈഡിൽ കൗ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇത് -1 പാറ്റേണിലാണ് വരുന്നത്. ഓക്കെ, -1 പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒക്കെ -1 എടുത്ത് എഴുതാലോ. ഞാൻ ഇതിൻ്റെ -1 ഒക്കെ എടുത്ത് എഴുതുവാണ്. L-1 എത്രയാണ്? അത് K ആണ്. I-1 എത്രയാണ്? ഐൻ്റെ മുന്നിലത്തെ ലെറ്റർ ഏതാണ്? അത് H ആണ്. ഒയിൻ്റെ മുന്നിലത്തെ ലെറ്റർ ഏതാണ്? അത് N ആണ്. എന്നിൻ്റെ മുന്നിലത്തെ ലെറ്റർ ഏതാണ്? അത് M ആണ്. ഇതേ സാധനം തിരിച്ചിട്ടത്, അതായത് ഏറ്റവും അവസാനം കിടക്കുന്നത് ആദ്യം വന്നിട്ട് അങ്ങനത്തെ ഒരു ഓർഡറിലല്ലേ MNHK എന്ന് വന്നേക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ കൗവിൻ്റെ -1 ചെയ്യുന്നു. സിക്ക് മുന്നേ ഉള്ളത് B ആണ്, ഒക്ക് മുന്നേ ഉള്ളത് N ആണ്, ഡബ്ല്യുവിന് മുന്നേ ഉള്ളത് ഏതാണ്? V ആണ്. BNV ആണോ നമ്മുടെ ആൻസർ? അല്ല, അത് നമ്മൾ തിരിച്ചെഴുതണം. VNB എന്ന് എഴുതണം. ഓപ്ഷൻ B ആണ് അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ടൈപ്പ് നിങ്ങൾ പരിചയപ്പെട്ട് വെക്കുക. എപ്പോഴെങ്കിലും ഇത് യൂസ്ഫുൾ ആവും. ഇങ്ങനെയും കോഡിങ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഇത് ബ്ലഡ് റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കോഡിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇതിനും നമ്മൾ ചില കോഡ് പോലെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, ചില സിമ്പിൾസ്. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കോഡ് ഉണ്ടാക്കുക. നീട്ടിയ ഒരു വര ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സിബ്ലിങ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ചേട്ടനോ അനിയനോ ചേച്ചിയോ അനിയത്തിയോ അങ്ങനെ സിബ്ലിങ്സിനെ സൂചിപ്പിക്കാനാണ്. നീട്ടി 2 ഈക്വൽ ടു പോലുള്ള വര ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സാണ്. ഭാര്യയാകാം, ഭർത്താവാകാം. അങ്ങനെ പാർട്ട്നേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ ഒരു സിമ്പിൾ. ഇനി മുകളിലേക്കൊരു ആരോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? അത് പാരൻസിന് മുകളിൽ, അപ്പോൾ പാരൻസിന് എഴുതണം. അമ്മയാകാം, അച്ഛനാവാം, അവരെ എഴുതണം. ഇനി താഴേക്കൊരു വര ആരോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? താഴെ ആരെ എഴുതണം? നമ്മൾ മക്കളെ എഴുതണം. ഇനി പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിക്കുന്നത് അതിനെ ഫീമെയിൽ എന്നാണ്. പ്ലസ്സിനെ ഫീമെയിൽ എന്നും മെയിലിനെ ഞാൻ മൈനസ് എന്നുമാണ് സിമ്പിൾ ചെയ്തേക്കുന്നത്. മെയിലിനെ മൈനസ് എന്നും. ഇത്രയും കോഡ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ABCDEF എന്നിങ്ങനെ 6 അംഗങ്ങൾ അടങ്ങുന്നതാണ് ഒരു കുടുംബം. അതായത് BCയുടെ മകനാണ്. ഇവിടെ മുതലാണ് ചോദ്യം ആരംഭിക്കുന്നത്. അപ്പം നമുക്ക് എഴുതാലോ. BCയുടെ മകനാണ് എന്ന് പറയുമ്പോൾ സിയുടെ മകൻ എന്ന് നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം C എഴുതുന്നു നമ്മൾ, എന്നിട്ട് മകൻ എന്നുള്ളതിന് താഴേക്കല്ലേ ആരോ ഇടുന്നേ? താഴേക്ക് ആരോ ഇടുന്നു, എന്നിട്ട് B എന്ന് എഴുതുന്നു. മകനല്ലേ, മകനാവുമ്പോൾ അത് ആണല്ലേ. അപ്പോൾ ആണിന് നമ്മൾ എന്താ കോഡ് കൊടുത്തേക്കുന്നേ? അത് മൈനസ് ആണ്. അപ്പം ഇനി ആവശ്യം വന്നാലോ എന്ന് എഴുതി നേരത്തെ നമ്മൾ ജെൻഡറൊക്കെ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്നാൽ C ബിയുടെ അമ്മയല്ല. C ബിയുടെ അമ്മയല്ലെങ്കിൽ ആരായിരിക്കും അത്? ബിയുടെ അച്ഛനായിരിക്കൂലേ C. അപ്പോൾ സിയും മെയിലാണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി AC എന്നിവർ ഭാര്യാഭർത്താക്കന്മാരാണ്. AC എന്നിവർ ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ ഇങ്ങനൊരു സിമ്പിൾ ഇട്ടിട്ടല്ലേ Aന് എഴുതണ്ടേ? അപ്പോൾ AC ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ അത് ഫീമെയിലാണ്. A ഫീമെയിലാണ്, അമ്മയാണ്. ആരുടെ അമ്മ? Bയുടെ അമ്മയായിരിക്കൂലേ A. Bയുടെ അച്ഛനാണ് C. ഇത്രയും കാര്യം കിട്ടിയോ? ഓക്കെ, ഇനി അടുത്ത ലൈൻ നോക്കിയേ. ഈ സിയുടെ സഹോദരനാണ് എന്നാണ് പറയുന്നത്. ഈ ആരാണ്? സിയുടെ സഹോദരനാണ്. അപ്പോൾ ഒറ്റ വരെയല്ലേ സിബ്ലിങ്സിന് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഈ എഴുതി. ഈ സഹോദരനല്ലേ, അപ്പോൾ ആണാണല്ലേ. അപ്പോൾ മെയിലാണ്. മൈനസും ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, അത് മൈനസ് ആണേ. ഓക്കെ,
ഇനി ഡി എയുടെ മകളാണ് എന്ന് പറയുന്നു. അപ്പം എയുടെ മകൾ എന്ന് പറയുമ്പോൾ താഴേക്ക് ആരോ ഇടുന്നു, എന്നിട്ട് ഡി എഴുതുന്നു. മകളായതുകൊണ്ട് ഞാൻ അവിടെ ഏത് സിമ്പിൾ യൂസ് ചെയ്യണം? ആണുങ്ങൾക്ക് മൈനസ് ആണ്, ഫീമെയിൽസിന് എന്താണ്, പ്ലസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ദേ അവിടെ പ്ലസ് കൂടെ എഴുതുന്നുണ്ട്. ഓക്കെ. ഇനി എന്താണ്, എ ഡിയുടെ മകളാണ് എങ്കിൽ ബിയുടെ ആരായിരിക്കും? അത് സഹോദരി ആയിരിക്കൂലേ? ഇനി അടുത്തത് നോക്കിയേ, എഫ് എയുടെ സഹോദരനാണ്. എയുടെ സഹോദരൻ, സിബ്ലിങ്സിന് ഇങ്ങനെ വരെയാണ്. എഫ് ആണ്, സഹോദരനായതുകൊണ്ട് മൈനസും ഇട്ടു. ഇനി ക്വസ്റ്റ്യൻ എന്താണ്, സിയുടെ അളിയൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. സിയും എയും ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ സിയുടെ ഭാര്യയുടെ സഹോദരനായിരിക്കുമല്ലേ സിയുടെ അളിയൻ. സിയുടെ ഭാര്യയുടെ സഹോദരൻ ഇവിടെ ആരാണ്? എഫ് അല്ലേ? അപ്പം എന്താണ്, എഫ് ആണ് സിയുടെ അളിയനായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 24ന്റെ 25% പ്ലസ് 32ന്റെ 25% മൈനസ് 350ന്റെ 14% എത്രയാണെന്നാണ് ചോദ്യം വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഇതെങ്ങനെ കാണും? 24ന്റെ ഇൻഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നേക്കുന്നത്. ഇൻഡേ എന്ന് പറഞ്ഞാൽ ഇൻഡു ഇടണം എന്നാണ് പറഞ്ഞു തന്നേക്കുന്നത്, ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 24ന്റെ 25% എങ്ങനെ എഴുതും? 24 ഇൻറ്റു 25% എങ്ങനെയാണ്? 25/100 അല്ലേ 25%. ഓക്കെ, അങ്ങനെ എഴുതി. ഇനി ആ പ്ലസ് അതേപോലെ തന്നെ ഞാൻ അവിടെ ഇറക്കി എഴുതി. ഇനി 32ന്റെ 25% എങ്ങനെ എഴുതും? 32 ഇൻ്റെ 25% ഇങ്ങനെയും എഴുതി. ആ മൈനസ് അതേപോലെ തന്നെ ഇറക്കി എഴുതുന്നു. ഇനി 350ന്റെ 14% ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ശരിയല്ലേ? ഓക്കെ. ഇനി ഇതിൽ നിന്ന് വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കളയാലോ. ഇത് വെട്ടി ചെറുതാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. 25ഉം 100ഉം വെട്ടി 1/4 എന്നാക്കാലോ. ഇല്ലേ? 25ന്റെ പട്ടികയിൽ ഇൻറ്റു 4 ആണ് 100. ഇനി ഇവിടെയും 25ഉം 100ഉം വെട്ടി 1/4 തന്നെ ആക്കാലോ. ഇനി 0 വെട്ടിക്കളയാലോ. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ടൊന്ന് വെട്ടി. ഇനി നോക്കിയേ, 24 ഇൻറ്റു 1/4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അത് 6 4s ആണ് 24. അപ്പം 6 എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെക്ഷൻ്റെ 6 എന്ന് നമുക്ക് ആൻസർ കിട്ടൂലേ? അപ്പം ഞാൻ താഴെ അവിടെ 6 എഴുതിയിട്ടുണ്ട്, ആ പ്ലസ് അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി 32 ഇൻറ്റു 1/4 നോക്കുമ്പോൾ 4ൻ്റെ പട്ടികയിൽ 32 എത്ര തവണയാണ്? 8 തവണയാണ്. 8 4s are 32. അപ്പം 8 അതേപോലെ തന്നെ എഴുതി, ആ മൈനസ് അതേപോലെ തന്നെ ഞാൻ താഴേക്ക് ഇറക്കി എഴുതി. ഇനി 14ഉം 10ഉം അല്ലേ? 14നെയും 10നെയും നമുക്ക് എന്താണ് വെട്ടിച്ചുരുക്കാൻ പറ്റൂലേ? 2ൻ്റെ പട്ടികയിലുണ്ടല്ലോ. 2 7 14 2 5 10. ഓക്കെ, 10 വെട്ടി 5 ആക്കി. ഇനി 5നെയും 35നെയും വെട്ടാൽ 5ൻ്റെ പട്ടികയിൽ. അപ്പം 7 5 35. ബാക്കി ഇനി എന്താ ഉള്ളത്? 7 ഇൻറ്റു 7 ചെയ്യാനുള്ളത്. അപ്പം 7 7 എത്രയാണ്? 49. ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്തേ. പ്ലസ് മൈനസും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അറ്റത്ത് നിന്ന് തുടങ്ങിയാൽ മതി. 6 + 8 എത്രയാണ്? അത് 14. 14 മൈനസ് 49 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ എങ്ങനെയാണ്? മുമ്പിലൊരു മൈനസ് ചിഹ്നം നമ്മൾ ചേർക്കണം അല്ലേ? മുമ്പിലൊരു മൈനസ് ചിഹ്നം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 49ൽ നിന്ന് 14 കുറയ്ക്കുന്നു. 49ൽ നിന്ന് 14 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. വെറും 35 അല്ല, ചെറുതിൽ നിന്ന് വലുത് കുറച്ചുകൊണ്ട് -35. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. മൈനസ് ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, താഴെ പറയുന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്ത നമ്പർ ഏത് എന്നാണ് ചോദിക്കുന്നത്. 2 6 14 30 62 126 250 അങ്ങനൊരു ശ്രേണി തന്നിട്ടുണ്ട്. അതിൽ ഉൾപ്പെടാത്തൊരു നമ്പർ ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം ഈ നമ്പേഴ്സ് എങ്ങനെ ഇങ്ങനെ വരുന്നു എന്ന് നോക്കണം. പ്ലസ് ആണോ? ഇവിടെ നിന്ന് പോകും, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും തോറും എന്താണ്? കൂടിയാണ് വരുന്നത്. വലിയ തോതിൽ കൂടിയാണല്ലേ വരുന്നത്. അപ്പം അത് പ്ലസ് വെച്ചിട്ടല്ല. അങ്ങനെ കൂടി വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്താലല്ലേ അങ്ങനെ കൂടത്തുള്ളൂ. അപ്പം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തോ ഒരു സംഭവമാണെന്ന് നമുക്ക് കിട്ടി. അപ്പം അതെ, 2 6 ആവാൻ എത്ര മൾട്ടിപ്ലൈ ചെയ്തു? 2 ഇൻറ്റു 3 ആണ് 6. പക്ഷേ എന്താണ്? 6 ഇൻറ്റു എത്രയെങ്കിലും ചെയ്യുമ്പോൾ 14 കിട്ടുമോ? 14 കിട്ടുമോ നമുക്ക്? ഇല്ലല്ലേ, 14 കിട്ടത്തില്ല. 6 ഇൻറ്റു 2 12 കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് മനസ്സിലാവണ്ടേ?
മനസ്സിലാവണം. അതെങ്ങനെയാണ്? നമ്മൾ ഈ ഒരു മെത്തേഡല്ല ചെയ്യുന്നത്. എന്തോ ഇൻറ്റു ചെയ്തിട്ട് ഏതോ ഒരു നമ്പർ കൂട്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് വരുന്നത്. അപ്പോൾ നോക്കിയേ, 2 ഇൻറ്റു 2 എത്രയാണ്? 4 ആണ്. 4 പ്ലസ് 2 എത്രയാണ്? 6 ആണ്. അങ്ങനെ നമുക്ക് 6 കിട്ടിയില്ലേ? കിട്ടി. ഇനി 6 ഇൻറ്റു 2 എത്രയാണ്? 12 ആണ്. 12 പ്ലസ് 2 എത്രയാണ്? 14 ആണ്. അങ്ങനെ 14 കിട്ടി. 14 ഇൻറ്റു 2 28 ആണ്. 28 പ്ലസ് 2 30 ആണ്. ഇനി 30 ഇൻറ്റു 2 എത്രയാണ്? അത് 60 ആണ്. 60 പ്ലസ് 2 എത്രയാണ്? അത് 62 ആണ്. ഇനി 62 ഇൻറ്റു 2 എത്രയാണ്? 62 124 ആണ്. 124 പ്ലസ് 2 126 ആണ്. ഓക്കെ, 126 ഇൻറ്റു 2 എത്രയാണ്? 126 ഇൻറ്റു 2. അപ്പം ഞാൻ അവിടെ ഒന്ന് ചെയ്ത് നോക്കുവാണേ. 126 ഇൻറ്റു 2 എത്രയാണ്? അപ്പോൾ 6 2s are 126 ഇൻറ്റു 2 6 2s are 12 2 2s are 4 എന്നും 5 1 2s are 2 252 ആണ്. അത് പ്ലസ് 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 254 എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ എത്രയാണ് കിട്ടിയേക്കുന്നത്? 250 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത നമ്പർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യമാണ്, തുക കാണുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് തന്നിട്ടുണ്ട്, അതിൻ്റെ എന്താണ് സം കാണണം. 3 + 6 + 9 എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? സി ഡി എത്രയാണ്? 3 ആണല്ലേ. 3 കൂട്ടിയാണ് വരുന്നത്. ഇപ്പോൾ 3 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? 3 ഇൻറ്റു 1 ആണ് 3. 6 എങ്ങനെ കിട്ടും? 3 ഇൻറ്റു 2 ആണ് 6. 9 എങ്ങനെയാണ്? 3 ഇൻറ്റു 3 ആണ് 9. ഇനി 12 വരുവാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? 3 ഇൻറ്റു 4 ആയിരിക്കും 12. കോമൺ ആയിട്ട് ഇതിൽ എന്തൊക്കെയുണ്ട്? 3 ഇൻറ്റു 4 വന്നാൽ 12, പിന്നെ 12 കഴിഞ്ഞിട്ട് അടുത്തത് 3 ഇൻറ്റു 5 15 എന്ന് പറഞ്ഞു വരും. കോമൺ ആയിട്ട് ഇതിലൊക്കെ കാണുന്നത് 3 ആണ്. അപ്പോൾ 3നെ നമ്മൾ പുറത്തേക്ക് എഴുതി. ഇൻറ്റു അല്ലേ, ഇൻറ്റുവിന് നമ്മൾ എന്താണ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാമല്ലോ. ബ്രാക്കറ്റ് ഇട്ടിട്ട് കോമൺ ആയിട്ട് 1 2 3 എന്നിങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ എഴുതിയിട്ട് ഇനി ലാസ്റ്റ് 90 കിട്ടണമെങ്കിൽ 3ൻ്റെ കൂടെ എന്ത് ഇൻറ്റു ചെയ്താലാണ് 90 കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ 90നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 9, ബാക്കി 0 കയറ്റി എഴുതി 30 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 30 ഇൻറ്റു 3 ആണ് 90. അപ്പോൾ 1 മുതൽ 2 3 4 5 6 അങ്ങനെ പോയിട്ട് 30 വരെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഇൻറ്റു ചെയ്തിട്ടാണ് 3ൻ്റെ ആ ഒരു ടേബിൾ അങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഇതിൽ എന്താണ് ഈ 1 2 3 4 എന്നൊക്കെ പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. ഞാനിവിടെ മാറ്റി എഴുതുന്നുണ്ട്, എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 1 2 3 4 5 6 7 അങ്ങനെ 30 വരെയുള്ളത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്താണ്? എണ്ണൽ സംഖ്യയാണ്, അല്ലെങ്കിൽ വേറെ എന്ത് പേര് പറയാം? നിസർഗ സംഖ്യയാണ്. എണ്ണൽ സംഖ്യ എന്നുണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് എന്നുണ്ട് പേര്, പിന്നെന്താണ്? നിസർഗ സംഖ്യ എന്നും ഇതിനെന്താണ് പേരുണ്ട്. ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മളിങ്ങനെ എണ്ണി പോകുന്നതന്നെ. ഓക്കെ, അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ, ഇവിടെ നിന്ന് ആ ഒരു ബ്രാക്കറ്റിലുള്ളതിൻ്റെ തുക കാണാമല്ലോ നമുക്ക്. എന്നിട്ട് ഇൻറ്റു 3 ചെയ്താൽ പോരെ. ഓക്കെ, എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ നോക്കുന്നത്. കുറേ ഇക്വേഷൻസ് ഉണ്ടല്ലോ. എങ്ങനെയാണ്? ഞാനിവിടെ മുകളിൽ എഴുതിയിടുന്നുണ്ട്. സ്ഥലപരിമിതി കൊണ്ട് ഞാനിങ്ങനെ മാറ്റി എഴുതുവാണ് ഇടയ്ക്ക്. ഓക്കെ, അപ്പം n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ നിസർഗ സംഖ്യയുടെ തുക കാണാൻ. n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്നത് അത് ഇരട്ട സംഖ്യകളുടെ തുക. n² എന്ന് പറയുന്നത് ഒറ്റ സംഖ്യകളുടെ തുക. ഇവിടെ നമുക്ക് എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1/2 ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ ദേ നോക്കിയേ, ഇവിടെ ആ ഇക്വേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണുള്ളത്? n എത്രയാണ്? 30 ആണ്. n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 പ്ലസ് 1 ആണ്. അപ്പോൾ 31/2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. കാൽക്കുലേഷൻ ഈസിക്ക് 30നെ 2നെ വെട്ടി ഞാനത് 15 ആക്കി. 15 ഇൻറ്റു 31 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എന്നിട്ട് ഒരു 5 5 1 1 15 3 4 465 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ആൻസർ കിട്ടും. ഇതാണോ ആൻസർ? ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് ഇതല്ല ആൻസർ എന്ന് നമുക്കറിയാൻ പറ്റും. ഓപ്ഷനിൽ എങ്ങാനും ഉണ്ടെങ്കിലോ അതാണെന്ന് വിചാരിക്കില്ലേ? പക്ഷെ അല്ല, ഈ ബ്രാക്കറ്റിലുള്ളതിൻ്റെ സമ്മ്, എണ്ണൽ സംഖ്യകളുടെ സമ്മാണ് നമുക്ക് കിട്ടിയത് 465. ബാക്കി ഒരു ഇൻറ്റു 3 ഉണ്ടല്ലോ. ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 465 ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 3 ഇൻറ്റു 465 എങ്ങനെ ചെയ്യും? 465 ഇൻറ്റു 3 15 6 3 18 1 9
4 3 സാർ 12 ഒന്നും 3 1395 ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിയ ബ്ലഡ് റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാനവിടെ സൈഡിൽ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മളത് ഡിസ്കസ് ചെയ്തതുകൊണ്ട് സൈഡിൽ ഇങ്ങനെ ചെറുതാക്കി എഴുതിയിട്ടുണ്ട് ഓരോന്നിനുള്ള സിമ്പിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എ ബിയുടെ അച്ഛനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ലൈൻ തന്നേക്കുന്നത്. എ ബിയുടെ അച്ഛനാണ്. അപ്പോൾ ബിയുടെ അച്ഛനല്ലേ, അപ്പോൾ ബി എന്ന് ഞാനിവിടെ എഴുതി. ബിയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് ആരോ അല്ലേ പാരൻസിനെ എഴുതുന്നേ. അപ്പോൾ എ എന്ന് നമ്മൾ അവിടെ എഴുതി. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയേ. എ അച്ഛനായതുകൊണ്ട് എന്താണ്, മൈനസ് ചിഹ്നമാണ് വരേണ്ടത്. ഇനി സി ഡിയുടെ സഹോദരനാണ് എന്നാണ് പറയുന്നത്. സി ആരാണ്, ഡിയുടെ സഹോദരനാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്തതല്ല. അപ്പോൾ ഞാൻ സൈഡിൽ വേറൊരു ഇങ്ക് വെച്ചിട്ട് എഴുതുവാണേ. സി ഡിയുടെ സഹോദരനാണ്, ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ സി ഡിയുടെ സഹോദരനാണ്, സി ആണ് സഹോദരൻ. അപ്പം എന്താണ് അവിടെ മൈനസ് ചിഹ്നം അല്ലേ, സിക്ക് മൈനസ് ചിഹ്നം അല്ലേ, മെയിലല്ലേ. ഓക്കെ, അത്രയും കിട്ടി. ഇനി ഈ സിയുടെ അമ്മയാണ്. ഇ എന്ന് പറയുന്ന അവർ സിയുടെ അമ്മയാണ്. മുകളിലേക്ക് ആരോ ഇട്ടിട്ടാണ് എഴുതുന്നത്. അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലസ് ആണ് ഇടുന്നത്. ഈ സിയുടെ അമ്മയാണെങ്കിൽ ഡിയുടെയും അമ്മ ഈ തന്നെ അല്ലേ, അവർ സഹോദരന്മാരാകുമ്പോൾ. ഓക്കെ, അത്രയും നമുക്ക് ക്ലിയർ അല്ലേ. ഇനി ബിയും ഡിയും സഹോദരന്മാരാണെന്നാണ് പറയുന്നത്. ബിയും ഡിയും, ഈ കിടക്കുന്ന ബിയും അവിടെ കിടക്കുന്ന ഡിയും എന്താണ്, സഹോദരന്മാരാണ്. രണ്ടുപേരും മെയിൽസ് ആണ്, പ്ലസ് അല്ല, മെയിൽസ് ആണ്. അപ്പോൾ മൈനസ് ചിഹ്നമാണ്. ഓക്കെ, ഇവർ 3 പേരും അപ്പോൾ സഹോദരന്മാരല്ലേ. ഒരാളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരുടെയും അച്ഛനാണ്. ഒരാളുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരുടെയും അമ്മയാണ് അല്ലേ. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എയും ഇയും എന്ന് പറയുന്ന ദമ്പതിമാരുടെ 3 മക്കളാണ് ബിയും സിയും ഡിയും. അപ്പോൾ എക്കും ഇക്കും ഇടയിൽ എന്താണ്, 2 വര വരച്ചു കൊടുക്കുന്നു. അവർ പാർട്ട്നേഴ്സ് ആണല്ലോ, അപ്പോൾ ആ വര വരക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ്, ഈക്ക് എയുമായുള്ള ബന്ധം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ എയുടെ ആരാണ്, ഈക്ക് എയുമായുള്ള ബന്ധം എന്താണ്, ഈ എയുടെ ഭാര്യയാണ്. എ ആണാണ്, ഈ എന്താണ്, പെണ്ണാണ്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പം എയുടെ ആരാണ് ഈ എന്ന് ചോദിക്കുന്നതിന് പകരം അവർ ഈക്ക് എയുമായുള്ള ബന്ധം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ഈ ആണ്. ഈ എയുടെ ആരാണ്, അത് ഭാര്യയാണ്. ഓപ്ഷനിൽ ഭർത്താവെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അപ്പം ഈക്ക് എയുമായുള്ള ബന്ധം എന്താണ്, ഈക്ക് എയുമായുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ആരുടെ, എയുടെ ഭാര്യയാണ് എന്നുള്ളൊരു ആൻസറാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് മാറിപ്പോവാതെ നോക്കാം നമ്മൾ. അപ്പം നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്, ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ഓൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.